മനു ആനന്ദ് ഡയറക്റ്റ് ചെയ്ത മിസ്റ്റർ എക്സ് പറയുന്ന ഒരു ആക്ഷൻ ത്രില്ലറാണ്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു സ്പൈ ആക്ഷൻ മൂവി, ഏജന്റുമാരുടെ ഒരു ആക്ഷൻ ത്രില്ലറാണ്. യൂഷ്വലി കാണുന്ന, ക്രിഞ്ചായി കാണുന്ന, ഒരുപാട് തവണ കണ്ടിട്ടുള്ള സെയിം പാറ്റേണിൽ തന്നെ പോകുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സിനിമയുടെ ടോട്ടലായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിൽ മനുവൻ ഡയറക്റ്റ് ചെയ്ത് ആര്യ, മഞ്ജു വാര്യർ, ശരത് കുമാർ, ഗൗതം കാർത്തിക് തുടങ്ങിയ അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റ് തന്നെ സിനിമയ്ക്കകത്തുണ്ട്. ആൻഡ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു റോ ഏജന്റാണ്, ഒരു ന്യൂക്ലിയർ ഡിവൈസ് സേവ് ചെയ്യുകയാണ്. പുള്ളി ഒരു അണ്ടർ കവറിലാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ സേവ് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു രാജ്യത്ത് നിന്നും ഈ ന്യൂക്ലിയർ ഡിവൈസിനെയും പുള്ളിയെയും തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ദെൻ ആ ന്യൂക്ലിയർ ഡിവൈസ് അവൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് അറിയുന്ന റോ ഒരു ടീം അലോട്ട് ചെയ്ത് ആ ഏജന്റിനെയും ആ ഡിവൈസിനെയും റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ. അതാണ് ഈ സിനിമ. ടോട്ടലി ഞാൻ പറയുകയാണെങ്കിൽ ത്രൂ ഔട്ട് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലറാണ്. നമുക്കറിയാം അടുത്ത് എന്താ സംഭവിക്കുന്നുള്ളത്. പിന്നെ യൂഷ്വലി കണ്ടുവരുന്ന ഒരേ ടൈപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റി. പിന്നെ സർപ്രൈസിംഗ്ലി എനിക്ക് കിട്ടിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യർ നല്ല കിടിലനായിട്ട് ഇതിലെ ആക്ഷൻ സീൻസ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിന് മുമ്പത്തെ പോർഷൻസ് ഒക്കെ നൈസായിരുന്നു. പക്ഷെ സിനിമയുടെ ലോജിക്കും മറ്റു കാര്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമാണ്. കാരണം എപ്പോഴും കാണുന്ന അതിലൊരു മാറ്റവും വരുത്താതെ അതേ തന്നെ എടുത്തു വെച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് ഈ റോ ഏജന്റുമാരായി ഇങ്ങനെ വേഷം ധരിക്കണം എന്നൊക്കെ പറയുന്ന പോലെ ആ ടെംപ്ലേറ്റ് ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. നമ്മൾ ഈ സമീപത്ത് കണ്ട ഏറ്റവും വലിയ സ്പൈ മൂവി ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ദുരന്തറാണ്. അപ്പോൾ ഇനി അതിന് മേലെ ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ ഈ മറ്റേ ഹിന്ദി സിനിമകളുണ്ടല്ലോ കുറേ നല്ല സ്റ്റൈലിഷ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള സ്പൈകളും അങ്ങനെയൊക്കെ വാഴുന്ന ആ ഒരു ഇത് കഴിഞ്ഞു. ആ ഒരു സ്ഥിരം പാറ്റേണിൽ പോകുന്ന ഒരു തമിഴ് സിനിമയാണ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ആവശ്യമില്ലാത്തൊരു ക്ലൈമാക്സ് ട്വിസ്റ്റും വെച്ചിട്ടുണ്ട്. പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല, ബട്ട് അത് ഒരു തരത്തിലും സിനിമയെ ബൂസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. സോ ആര്യയുടെ ഫിസിക്കൊക്കെ കൊള്ളായിരുന്നു പുള്ളി. പക്ഷെ എന്നാൽ എന്തൊക്കെയോ ഒരു കുറവുകളുണ്ട്. മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് ആക്ഷൻ മൂവി ആയിട്ടാണ് തോന്നിയത്. കുറച്ച് ആക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കാണാൻ പറ്റിയ മൂവിയാണ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത്. ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട്. കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.